ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. നമ്മളിന്ന് ദുബായ് മസിൽ ഷോ 2025 വ്ളോഗ് ഡേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഒരു ഹുഡിയും ട്രൗസേഴ്സും. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഷാർജയിൽ നിന്നാണ്. ഇപ്പോൾ എനിക്കൊരു 53 മിനിറ്റ്സിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഷോ നടക്കുന്നത് ദുബായ് എക്സിബിഷൻ സെൻറ്ററിലാണ്, എക്സ്പോ സിറ്റിയിൽ. ഇപ്പോൾ ദുബായിലുള്ളവർക്ക് മനസ്സിലാവും, നമ്മുടെ പഴയ 2020 എക്സ്പോ നടന്നിരുന്ന ആ സെൻറ്ററാണ് ഇപ്പോൾ അവർ മെയിൻ ഫങ്ഷൻസിനും എക്സിബിഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡേ 2024 നവംബർ 24 ഒരു ഫ്രൈഡേ ആണ്. ഇപ്പോൾ ഷോ നടക്കുന്നത് 24, 25, 26 എന്നുള്ള 3 ദിവസങ്ങളായിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേയിലോട്ടാണ്. കാരണം ട്രാഫിക്കൊക്കെ മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് അവർ നമുക്ക് ഷട്ടിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഗുഡ് തിങ്. എക്സ്പോ സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം വരാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ ഒരു വളരെ നല്ല കാര്യമാണ്. ഇവിടെ തന്നെയാണ് നമുക്ക് പോകാനും വരാനുമുള്ള, അതായത് പിക്കപ്പും ഡ്രോപ്പ് പോയിൻറ്റും ഇവിടെ തന്നെയാണ്, ഇൻ ദ സെൻറ്റർ എൻട്രൻസ് ഓഫ് ദ എക്സ്പോ സിറ്റി. ഇതാണ് നമ്മുടെ ദുബായ് എക്സിബിഷൻ സെൻറ്റർ. ഇപ്പോൾ അന്ന് 2020 എക്സ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കൊക്കെ മനസ്സിലാവും, ഇതായിരുന്നു നമ്മുടെ മെയിൻ സ്റ്റേജ് അല്ലെങ്കിൽ മെയിൻ ഇവൻറ്റ്സ് ഒക്കെ നടന്നിരുന്നൊരു ഏരിയ. ആക്ച്വലി ആ ഏരിയ കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ ഒരു 2020 അന്ന് കോവിഡ് കാരണം നമ്മുടെ എക്സ്പോ കുറേ എക്സ്റ്റെൻഡ് ആയെങ്കിലും അത് ആക്ച്വലി നടന്നത് 2022 പക്ഷേ ആ ഒരു എക്സ്പോ നടന്നതിന് ശേഷം അവർ ഈ ഒരു എൻറ്റയർ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടത് നമ്മുടെ ആൻഡ്രി ഡ്യൂവിനെ ആയിരുന്നു. ഇപ്പോൾ ബോഡി ബിൽഡിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഹീസ് എ റൊമാനിയൻ ബോഡി ബിൽഡർ, IFBB പ്രോ ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫോളോയിങ് ഉള്ള ഒരാളാണ്. ഇപ്പോൾ ആ ഒരു കൂട്ടത്തിൽ കാണുന്ന ആ ഷർട്ട്ലെസ് സ്ലീവ്ലെസ് ഇട്ടിട്ടുള്ള ആളാണത്. മൂപ്പരെ നേരിട്ട് കണ്ടപ്പോഴേ നമ്മുടെ കിളി പോയി. നമ്മളിവരൊക്കെ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. ഈ ഷോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു എക്സിബിഷൻ പോലെയാണ്. ക്ലാസിക് ഷോ ഉണ്ട്, ഒരുപാട് വേൾഡ് അത്ലീറ്റ്സ് പങ്കെടുക്കുന്നുണ്ട്, നമുക്ക് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഉണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഷോയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ് ബംസ്റ്റഡ് ഇപ്രാവശ്യം വരുന്നുണ്ട് ദുബായിലോട്ട്. യു നോ ഗൈസ് റൈറ്റ്, ക്രിസ് ബംസ്റ്റഡ്, ഹീ ഈസ് ദ 6 ടൈം ഒളിമ്പ്യ ചാമ്പ്യൻ. അപ്പോൾ അതൊരു വലിയ അട്രാക്ഷനാണ് ഇപ്രാവശ്യത്തെ. എന്തുകൊണ്ടും ഇവരൊക്കെ മീറ്റ് ചെയ്യാനും ഗ്രീറ്റ് ചെയ്യാനും നേരിട്ട് കാണാനൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. സോ നമ്മളും ഇങ്ങനെ ചെറുതായിട്ട് ബോഡി ബിൽഡിങ്ങിലോട്ടൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ദിസ് വിൽ ആക്ട് ആസ് എ പാർട്ട് ഓഫ് എ ന്യൂ മോട്ടിവേഷൻ ഫോർ മീ. ഫ്രൈഡേ ടിക്കറ്റ് എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേയൊക്കെ ക്രൗഡ് ഓൾറെഡി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡേ 10 to 7 ആയിരുന്നു ഷോ ടൈം ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയപ്പോൾ ഒരു 3 o'clock ആയി. ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി അങ്ങോട്ട് പോകുന്നതും വരുന്നതൊക്കെ ആയിട്ട്. ഇറ്റ് വാസ് റിയലി ആൻ എക്സൈറ്റിംഗ് പോയിന്റ് ഫോർ മീ. അപ്പോൾ നമ്മൾ നടന്ന് അതിൻ്റെ എൻട്രി പോയിന്റിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പുതിയ ദുബായ് ബേസ്ഡ് ബ്രാൻഡാണ്. പുതിയതല്ല, കുറച്ച് പഴയതാണ്, ഫേമസ് ആണ്, സ്കോട്ട് വുൾഫ് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ കുറേ ആൾക്കാർ സൂംബൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു. ഇറ്റ്സ് ഫുള്ളി പംപ്ഡ് അപ്പ്. ആക്ച്വലി റിയലി ഹൈപ്ഡ് ആണ് ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. അതായത് ഈ ഒരു ഫീൽഡിലുള്ളവർക്കൊക്കെ മനസ്സിലാവും ഈ ഷോ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. നമുക്കൊക്കെ ശരിക്കും കാണാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത കുറേ അത്ലറ്റ്സിനെ, കുറേ ബിഗ് ടൈം ചാമ്പ്യൻസ് അത്ലറ്റ്സ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റോണി കോൾമാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹം വരുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എക്സിബിഷൻ സെൻറ്ററിന് പല എൻട്രൻസസ് ഉണ്ട്. സൗത്ത് ഹാൾ ഉണ്ട്, നോർത്ത് ഹാൾ ഉണ്ട്. സോ ബെറ്റർ ഇവിടെ ആക്സസ് ചെയ്യാൻ, ഈ ഷോ ആക്സസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സൗത്ത് ഹാളിലൂടെ എൻ്റർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഷോ ടിക്കറ്റ് കോസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 3 ദിവസത്തിനും ഡിഫറെൻറ്റ് പ്രൈസസ് ആയിരുന്നു. ഫ്രൈഡേ ഇറ്റ് വാസ് 75 ദിർഹം, സാറ്റർഡേ 85 ആൻഡ് സൺഡേ ഐ തിങ്ക് ഇറ്റ് ഈസ് 100. അപ്പോൾ നിങ്ങൾ പ്രീ പർച്ചേസ്ഡ് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യൂവിൽ നിന്നാൽ മതി. അവിടെ നിന്നാണ് അവർ അത് ടിക്കറ്റ് വെരിഫൈ ചെയ്തിട്ട് നമുക്കൊരു ബാൻഡ് പോലത്തെ ഒരു സാധനം തരും. സോ ദാറ്റ് വിൽ ഓതറൈസ് യു ടു എൻ്റർ ഇൻ ടു ദ എക്സിബിഷൻ. ഉച്ച സമയമായിട്ട് പോലും നല്ല ക്രൗഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ കോച്ച്. ഹിസ് നെയിം ഈസ് തൽഹ. ഹീസ് ട്രെയിനിങ് മീ റൈറ്റ് നൗ. സോ മൂപ്പര് നമ്മുടെ ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ബാൻഡ് ഇഷ്യൂ ചെയ്യും. ആ ബാൻഡാണ് നമ്മുടെ ആക്ച്വലി ആക്സസ് കാർഡ് പോലെ ആക്ട് ചെയ്യുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ എൻട്രി നമുക്ക് ഉള്ളിലോട്ട് തരത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് മീ, ഐ ആം ഓൾസോ ഗെറ്റിംഗ് ആക്സസ്. ഐ എം എക്സൈറ്റഡ്.
പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ ആക്സസ് കാർഡ് കാണിക്കുന്നു, ഉള്ളിലോട്ട് കയറുന്നു, അത്രയേ ഉള്ളൂ. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഹീ ഈസ് ഓൾസോ വെരി ഹൈപ്ഡ് ടു സീ, ആക്ച്വലി ഹീ ഈസ് വെരി എക്സൈറ്റഡ് ടു സീ ദ ഫിൽ ഹീറ്റ്. ഹീ ഈസ് എ ചാമ്പ്യൻ അത്ലറ്റ്. സോ ഞങ്ങൾക്ക് രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് ഒരുപാട് ബ്രാൻഡ്സും ഒരുപാട് കമ്പനീസൊക്കെ വന്നിട്ട് അവരുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സും ജിം എക്യുപ്മെൻറ്റ്സും ന്യൂട്രീഷൻ പ്രോഡക്ട്സും എല്ലാം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്കിവിടെ പോയാൽ തന്നെ കാണാൻ പറ്റും നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കുറേ മെഷീൻസും കുറേ വേ ഓഫ് ഡൂയിങ് എക്സസൈസസും ഒക്കെ അവർ എക്സിബിറ്റ് ചെയ്യും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഈ ഒരു ഷോയുടെ ഇമ്പോർട്ടൻസ് ഫാക്ടറാണ്. നമ്മൾ അത്ലീറ്റ്സിനെ കാണുക അല്ലെങ്കിൽ അത്ലീറ്റ്സിനെ മീറ്റ് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇതൊരു ബിഗ് സെല്ലിംഗ് പോയിൻറ്റും കൂടിയാണ്. ആ റിലേറ്റഡ് ബ്രാൻഡ്സിന് ഷോക്കേസ് ചെയ്യാം എല്ലാവർക്കും അവർ എന്ത് ടൈപ്പ് ഓഫ് ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ബിഗ് മാർക്കറ്റിംഗ് വെന്യൂ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നില്ലേ, അവിടെ കുറേ ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റ്സ് ഇവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ പ്രോഡക്ട്സിന് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില പ്രോഡക്ട്സ് സാമ്പിൾ ചെയ്ത് വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ എക്സാക്ട് പ്ലേസ്. ബിക്കോസ് നമുക്കറിയാമല്ലോ, നമ്മൾ വേറെ ഏതൊരു ഷോയിലോ അല്ലെങ്കിൽ വേറെ ഒരു കടയിലോ ഈ സാധനങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സാമ്പിൾ ചെയ്യാനൊന്നും പറ്റില്ല. ഇത് പിന്നെ അറിയാമല്ലോ, പനാട്ട ഈ ബ്രാൻഡ് ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഫിൽ ഹീറ്റ്. അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കോച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ഒരു ചൈൽഡ്ഹുഡ് ഹീറോ എന്നൊക്കെ പറയാം. അപ്പോൾ അയാളെ തിരഞ്ഞിട്ടുള്ള യാത്രയാണ് ഇത്. മൂപ്പരെങ്ങാനും ഇവിടെ ഉണ്ടാവുമോ ഇല്ലേന്ന് നമുക്കറിയില്ല. പക്ഷേ ഫിംഗേഴ്സ് ക്രോസ്ഡ്, ചിലപ്പോൾ ഉണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടാവും, സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും, കിട്ടിയാലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അതാണ് നോക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ഫിൽ ഹീത്ത് ആണ്. ഹീസ് എ ഗ്രേറ്റ് അത്ലീറ്റ്. ഇപ്പോൾ ഒരു 45 years old ആയിട്ടുണ്ടാവും. ഹീ ഈസ് ഓൾമോസ്റ്റ് 7 time ഒളിമ്പ്യ വിന്നറാണ്. ഹീ ഈസ് ഓൾസോ നോൺ ഓഫ് ദ ഇൻ ദ നെയിം ഓഫ് ഗിഫ്റ്റ്. ഹിസ് പെറ്റ് നെയിം അല്ലെങ്കിൽ ഹിസ് സ്റ്റേജ് നെയിം ദ ഗിഫ്റ്റ്. അങ്ങനെ സ്റ്റിൽ നമ്മുടെ സെർച്ച് കണ്ടിന്യൂസ് ഫോർ ഫിൽ ഹീത്ത്. എവിടെയും കാണാനില്ല. സൈഡിലാണെങ്കിൽ കുറേ സ്പേസ് മെഷീൻ പോലെയുള്ള എന്തോ ഒരു മെഷീൻ കണ്ടു. എനിക്കൊന്ന് റിക്കവറി ബേസ്ഡ് എന്തോ മെഷീനാണെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല. ഫിൽ ഹീത്ത് എവിടെയാണാവോ? ഇപ്പോൾ ഇവിടെ ഒരു അത്ലീറ്റ് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. എനിക്കറിയില്ല ഈ അത്ലീറ്റിൻ്റെ പേരെന്താണെന്നുള്ളത്. ബട്ട് ഹീ ലുക്സ് ഹ്യൂജ് മാൻ. ഫൈനലി ഹിയർ ഹീ കംസ്. നമ്മളവിടെ ഫിൽ ഹീത്തിനെ കണ്ടു. ആൻഡ് കോച്ച് തൽഹയ്ക്ക് ആണെങ്കിൽ ഹീ ഗോട്ട് എ പിക്ചർ വിത്ത് ഹിം. ആൻഡ് സീ ലുക്ക് അറ്റ് ഹിസ് ഫേസ് ഗൈസ്. ഹീ ഈസ് റിയലി എക്സൈറ്റഡ്. Here comes the 7 time Olympia winner in person. I was really excited to see him as well. And I told you, I don't know the name of this guy. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. But really he looked jacked and he looked huge. പിന്നെ നമ്മൾ നമ്മുടെ എക്സിബിഷൻ ഷോ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അവിടെ. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂട്രീഷണൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എല്ലാം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, സെയിലും ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം പോലെയല്ല, സാധാരണ ഈ ഷോ നടക്കാറ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. അവിടത്തേക്കാളും വലിയ ബിഗ് സെറ്റപ്പാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ബ്രാൻഡ്സും പല കോമ്പറ്റീഷൻസൊക്കെ കണ്ടക്ട് ചെയ്യും. ഇങ്ങനെ പുഷപ്പ് അല്ലെങ്കിൽ സ്ക്വാട്ട്, ഹാങ്ങിങ് ചാലഞ്ച്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീപ്പിൾ എൻഗേജ്മെൻ്റ് ആണ്. ആൻഡ് വിന്നേഴ്സിന് ദേ വിൽ പ്രൊവൈഡ് ഗിഫ്റ്റ്സ് ഓൾസോ. മീൻ വൈൽ ഹിയർ ഷീ ഈസ് എൻജോയിങ് ഹെർ DJ. നല്ല DJ ആയിരുന്നു. അപ്പോൾ എൻ്റെ കോച്ചിന് തോന്നി ഹീ ഓൾസോ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ടു ദ ഹാങ്ങിങ് ചാലഞ്ച്. നെർവസ് ആണ്, ബട്ട് ഹീ സെഡ് ഹീ വിൽ ട്രൈ. ആൻഡ് ഹിയർ ഹീ ഗോസ്. സോ നമുക്ക് നമ്മുടെ മാക്സിമം ഹാങ് ചെയ്യുക എന്നുള്ളതാണ് ചാലഞ്ച്. സോ ഹീ ട്രൈഡ് ആൻഡ് ഹീ ലെഫ്റ്റ് ഇറ്റ്. ഹിയർ കംസ് മൈ ഹീറോ CBum, Chris Bumstead, 6 time champion. I am also excited to see him. I don't know whether I will be able to get to see him or meet with him. അറിയില്ല, നോക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ചിലരൊക്കെ പറയുന്നത് കേട്ടു ഹീ കമ്മിങ് ഓൺ സാറ്റർഡേ. അതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്നുണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പല ബ്രാൻഡ്സും, ഇപ്പോൾ ഈ C4 എന്നുള്ള ബ്രാൻഡൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രീ വർക്കൗട്ട് പ്ലാൻ ബ്രാൻഡാണ്. അപ്പോൾ അവർ അവിടെ തന്നെ സാമ്പിളിങ്ങിനൊക്കെ അവർ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, പല കോമ്പറ്റീഷൻസ് ഉണ്ടെന്ന്. ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഈ കോമ്പറ്റീഷൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ദിസ് ഈസ് ദ ഹാമർ ഹിറ്റിംഗ് ചാലഞ്ച്. അതായത് നമുക്കൊരു ഹാമർ തരും. ആ ഹാമർ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് എത്ര പവറിലാണ് നിങ്ങൾ ഹിറ്റ് ചെയ്തതെന്ന് നോക്കുന്നതാണ്.
അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ട്രൈ ചെയ്തു. ഇത് നമ്മുടെ ബം എനർജി ബമ്മിൻ്റെ ബ്രാൻഡാണ്. അവിടെ അവർ സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് ചാലഞ്ച് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ കോച്ചിനൊന്ന് ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ കോച്ച് ഹാമർ കയ്യിലെടുത്തു. സോ ദ ഗൈ ഹു എക്സ്പ്ലെയിൻഡ് ഇൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഹൗ ടു ഹിറ്റ് ടു ഗെറ്റ് മാക്സിമം പോയിൻറ്റ്സ് ആൻഡ് ഓൾ. സോ ഹിയർ ഗോസ് ഈസ് ഫസ്റ്റ് ഹിറ്റ്. ആൻഡ് കാണുന്ന പോലെ തന്നെ ഗൈസ് നല്ല പവർഫുൾ ഹിറ്റായിരുന്നു. ഇറ്റ് സ്കോർഡ് ഓൾമോസ്റ്റ് 450. എനിക്ക് മെഷർമെൻ്റ് ആണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതുവരെ നമ്മളവിടെ കണ്ടു നിന്നപ്പോൾ എല്ലാവരും ചെയ്തതും ഒരു മാക്സിമം 450-455 ആയിരുന്നു ഹിറ്റ് ചെയ്തേക്കുന്നത്. ഹിയർ ഗോസ് ഇസ് സെക്കൻഡ് അറ്റംപ്റ്റിൽ ഹീ ബ്രോക്ക് ദ റെക്കോർഡ് ആൻഡ് വന്നിട്ട് 455 ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നി എനിക്കൊന്ന് ഹിറ്റ് ചെയ്യണം എന്തുകൊണ്ട്. പക്ഷേ എൻ്റെ മൈൻഡിൽ വേറെ പല കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഞാനെങ്ങാനും ഈ ടാർഗറ്റ് മിസ് ചെയ്ത് താഴെ ഹിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? പക്ഷേ വിചാരിച്ച പോലെയല്ല, ഞാനും 455 ഹിറ്റ് ചെയ്തു. ഞാൻ തന്നെ സർപ്രൈസായി. പിന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവർ 2 അറ്റംപ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീസ് ടെല്ലിങ് മി ദ സെയിം തിങ്സ്. അപ്പോൾ ഹിയർ ഗോസ് മൈ സെക്കൻഡ് അറ്റംപ്റ്റ്. ആൻഡ് സൂക്ഷിച്ച് കാണാൻ പറ്റിയാൽ നോക്കിയത് കാണാൻ പറ്റുന്നുണ്ടാവും, ആ ഹാമർ തന്നെ എനിക്ക് എൻ്റെ തലയിലോട്ട് ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദെയർ ഓൾസോ ഐ സ്കോർഡ് 455. സോ ബോത്ത് ഹിറ്റ് ഐ സ്കോർഡ് 455 ആൻഡ് വി ഗോട്ട് സം ഗിഫ്റ്റ്. പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വി സോ ദിസ് ഗൈ, മാൻ ഹീസ് ഷ്രെഡഡ് ലൈക്ക് എനിത്തിങ്. ഐ ഡോണ്ട് നോ അത്ലറ്റ് നെയിം. പക്ഷേ പുള്ളി ഞങ്ങൾക്ക് കുറേ പോസൊക്കെ ചെയ്തു തന്നു. ലുക്ക് അറ്റ് ഹിസ് ബാക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഹീൽ ബി ഓൺ എ സിംഗിൾ ഡിജിറ്റ് ഫാറ്റ് പെർസെൻറ്റേജ്, മേ ബി ഒരു 5 or 4 ഫാറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും. പക്ഷേ ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, നമുക്ക് കുറേ ഫോട്ടോസൊക്കെ തന്നു. ബട്ട് എ റിയലി ഇംപ്രസീവ് ഫിസിക് ഹീസ് ഗോട്ട്. ഐ ഡോണ്ട് നോ വേർ ഈസ് ഹി ഫ്രം ഓർ ഹൂ ഈസ് ഹി. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. ഈ കാണുന്ന ആളെ ആർക്കെങ്കിലും പരിചയമുണ്ടോ ഗൈസ്? ദിസ് ഇസ് ഹാനി റാംപോർട്ട്, നമ്മുടെ ക്രിസ് ബമ്പിൻ്റെയൊക്കെ കോച്ചാണ്. നമ്മൾ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ട്, എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ദേ പോകുന്നു ദ ബിഗ് ഗൈ, ദ ബിഗ് റാമി, ദ പ്രീവിയസ് ഒളിമ്പ്യ വിന്നർ. ഈജിപ്തിലാണ് പുള്ളിയുടെ സ്ഥലം. നമ്മൾ ഭയങ്കര ഫാനായിരുന്നു. ബട്ട് ഹീ റിയലി ലുക്ക് ഹ്യൂജ് ഇൻ പേഴ്സൺ. സോ ഹീ വാസ് ഓൾസോ ഡൂയിങ് ദ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ചാലഞ്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് എനിക്ക് ഒരു ഹാങ്ങിങ് ചാലഞ്ച് ഒന്ന് ചെയ്തുകൂടാന്ന്. അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ചാലഞ്ച് ചെയ്തു. ഓൾമോസ്റ്റ് 1 മിനിറ്റും 10 സെക്കൻഡും എങ്ങാണ്ട് ലാസ്റ്റ് ചെയ്തത്. ആൻഡ് ദാറ്റ് they gave me gift also. It is really difficult. It is not as easy as it looks. പിന്നെ ഇത് കണ്ടപ്പോൾ നമ്മുടെ കോച്ച് വിടുമോ? കോച്ചിന് എന്ത് ചാലഞ്ച് കണ്ടു കഴിഞ്ഞാലും കോച്ച് വാണ്ട്സ് ടു പാർട്ടിസിപ്പേറ്റ്. സോ ഹീ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് ഹീ ഓൾസോ ലാസ്റ്റഡ് ഫോർ അറൗണ്ട് 1 മിനിറ്റ്. പിന്നെ പുള്ളിയുടെ വെയിറ്റിന് 1 മിനിറ്റ് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബട്ട് ഹീ ഓൾസോ ഡിഡ് ആൻഡ് ഹീ ഈസ് വെരി സ്പോർട്ടീവ്. അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് പുള്ളിക്ക്. ദാറ്റ് ഈസ് റിയലി കമൻറ്റബിൾ. അങ്ങനെ ആ ചാലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് മീറ്റ് ചെയ്തത് ദ റിയൽ ബ്ലാക്ക് സ്വാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രൊഫഷണൽ അത്ലീറ്റ് ബ്രിയോൺ ആൻസ്ലി. ആക്ച്വലി പുള്ളി ചില്ലറക്കാരനൊന്നുമല്ല, ഒരു 2 ടൈം ഒളിമ്പ്യ ചാമ്പ്യനാണ്. 2017, 2018 ഒളിമ്പ്യ ക്ലാസിക് ഫിസിക് ചാമ്പ്യനാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഓൾസോ ഹീ കോമ്പീറ്റഡ് ഇൻ 2020-25. അറൗണ്ട് 4th പൊസിഷൻ എന്തുകൊണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ചൈൽഡ്ഹുഡ് ഹീറോ സ്റ്റാൻഡിങ് നെക്സ്റ്റ് യു. ഐ വാസ് റിയലി എക്സൈറ്റഡ് ആൻഡ് ഹീ വാസ് സോ ഫ്രണ്ട്ലി ആൻഡ് ഹീ വിഷ് മീ ലക്ക് ആൻഡ് ഓൾ. പിന്നെ നമ്മളുണ്ടായിരുന്നത് ഫുട്ബോൾ ചാലഞ്ച് ആയിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, ഞാനൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്, ഹാർഡ് കോർ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചാലഞ്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വിടാറില്ല. അതുകൊണ്ട് ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു ആൻഡ് ഐ ട്രൈ ടു സ്കോർ ആൻഡ് ഫൈനലി ഐ സ്കോർഡ് ആൻഡ് ദേ ഗീവ് മീ എ പ്രോട്ടീൻ ബാർ ആസ് എ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ. അത് വാങ്ങി. പിന്നെ നമ്മൾ വീണ്ടും ഷോ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ വേറൊരു ചാലഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ വേ പ്രോട്ടീൻ പിടിച്ചിട്ട് മാക്സിമം ഈ സ്ക്വാട്ട് പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളതാണ് ചാലഞ്ച്. അപ്പോൾ 5 പിള്ളേരെ അവിടെ ഫോക്കസ് ചെയ്തിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറ ആരായിരിക്കും ഇതിൽ വിന്നറെന്ന്. പക്ഷേ കണ്ടില്ലേ ആ ലേഡി നിൽക്കുന്നത്, ഷീ ഈസ് നോട്ട് ഈവൻ ബ്ലിങ്കിങ് ഹർ ഐസ് ആൻഡ് ഷീ വൺ ദ ചാലഞ്ച്. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മുടെ ഫുട്ബോൾ ചാലഞ്ച് കോച്ചിന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീ ഹിറ്റ് ദ ബുൾസ് ഐ and he won the challenge and he got also a protein bar. So he collected that happily and moved on. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ക്രൗഡ് കൂടി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹീ ഈസ് ദ ഗ്രേറ്റ് കെവിൻ ലെവ്രോണി, നമ്മുടെ അമേരിക്കൻ റിട്ടയർഡ് ബോഡി ബിൽഡറാണ്.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജിംനേഷ്യത്തിൻ്റെ ഹൈറോക്സ്. ഇപ്പോൾ ഹൈറോക്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അതൊരു ക്രോസ് ഫിറ്റ്നസ് ചാലഞ്ചാണ്. ഹൈറോക്സ് എന്ന് പറയുന്നത് ഒരു ബിഗ് ഇവൻ്റാണത്. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ്, റണ്ണിങ്, പുഷപ്സ് ആൻഡ് ഓൾ ദി സ്റ്റഫ്. അപ്പോൾ അവിടെ ഒരു ഹൈറോക്സിൻ്റെ ഒരു മിനിയേച്ചർ നടക്കുന്നുണ്ടായിരുന്നു. ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം, കുറേ ആൾക്കാരൊക്കെ ഫെൽ ഡൗൺ ബിക്കോസ് ഇറ്റ്സ് എ ഹൈലി ഡിമാൻഡിങ് സ്കില്ലാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീണ്ടും ഷോ സ്ഥലത്തിട്ട് തന്നെ വന്നു. അപ്പോൾ ഇവിടെ വേറൊരു ബ്രാൻഡിൻ്റെ ബൂംബാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നു. ലുക്ക് അറ്റ് ദറ്റ് ഗായ്, ഹീസ് റിയലി സ്കിൽഫുൾ, യാ. ആൻഡ് വി ജസ്റ്റ് കീപ് ഗോയിങ് ഫ്രം ദെയർ. ആൻഡ് തന്നെ നമ്മൾ ഫൈനലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു സൂംബ ക്ലാസ് ലൈവ് പോകുന്നുണ്ടായിരുന്നു. മ്യൂസിക് പിന്നെ എനിക്ക് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. പക്ഷേ ലുക്ക് അറ്റ് ദ എനർജി ഓഫ് ദിസ് പീപ്പിൾ, യാ, ഇറ്റ്സ് റിയലി കമൻറ്റബിൾ. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ആ സ്റ്റേജ് പെർഫോമേഴ്സിനെയാണ്. ആക്ച്വലി ഇത്രയും വലിയൊരു ക്രൗഡിനെ ആ ഒരു കൺസിസ്റ്റൻ്റ് എനർജിയിൽ എന്താ പറയുക, കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പല ആൾക്കാർക്കും പല അഭിപ്രായമുണ്ട്. സൂംബ ഈസ് നോട്ട് എ ഫോം ഓഫ് ഫിറ്റ്നസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ലുക്ക് അറ്റ് ഹെർ മാൻ, ഷീസ് റിയലി പംപ്ഡ്. ചില ആൾക്കാർ ഭയങ്കര റെഗുലറായിട്ട് സൂംബ ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. അവർ പറയുന്നത് നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലെയൊന്നുമല്ല, ഇറ്റ് ഈസ് റിയലി ഡിമാൻഡിങ് ആണ് ഇൻ ടേംസ് ഓഫ് എനർജി. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല, ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മേ ബി ഇഫ് ഇൻ ഫ്യൂച്ചർ if I get a chance, I will also try Zumba for 1 or 2 sessions. So that's it guys, it's a wrap. അതായിരുന്നു ഇന്നത്തെ വീഡിയോ.